മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എസ് ഐ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് കിരണും കല്യാണി കയറി വരികയാണ്. അപ്പോൾ നിങ്ങൾ വരും ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവർ ചോദിക്കുകയാണ് എന്തായി അവൻ്റെ പിന്നാലെ ഓടിയിട്ടെന്ന് ചോദിക്കുമ്പോൾ കിരണും കല്യാണിയും പരസ്പരം നോക്കിയതിന് ശേഷം കിരൺ പറയുകയാണ് അവനൊരു പുഴ നീന്തി കടന്നു പോയി, അതുകൊണ്ട് പിന്നെ അവനെ കാണാൻ പറ്റിയില്ല സാർ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുക അത് ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അവൻ എവിടെ നിന്നായാലും നമുക്ക് പൊക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുക സാറേ സ്റ്റെഫിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് ചോദിക്കാൻ പറയണം. അവൾ വാ തുറന്നിട്ടില്ല, അവൾ ഒരു കാര്യങ്ങളും പറയുന്നില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് ഒരു കല്യാണ പെണ്ണുകാണൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെന്ന സമയത്ത് അവൾ ഏർപ്പെടാക്കിയ ഗുണ്ടകളാണ് എന്നെ കുത്താൻ ശ്രമിച്ചത്, അതാണ് കല്യാണിയുടെ അച്ഛനായിട്ട് കുത്ത് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ചോദ്യം ചെയ്യുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല എന്നാണ് പോലീസുകാരനും പറയുന്നത്. പോലീസുകാരനോട് പറയുകയാണ് കിരൺ പറയണത് നമ്മളും സാറും നിങ്ങളും നമ്മളും കൂടിയാണ് അവനെ ഇങ്ങനെ വളർത്താൻ എന്താക്കിയത് ഗംഗാപ്രസാദിനെ എന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ പറയും അത് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ എൻകൗണ്ടർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മീഡിയാസ് മൊത്തം അവൻ്റെ കൂടെ നിൽക്കും, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും സ്റ്റെഫിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോകും, അവളിൽ നിന്ന് പലതും അറിയാൻ പറ്റും, പല കൊലപാതകങ്ങളും മിക്കവാറും അതിൽ നിന്ന് തെളിയേണ്ടിയിരിക്കുന്നു എന്ന് പറയുവാണ്. കിരൺ ചോദിക്കണം സാർ ഞങ്ങൾക്ക് സ്റ്റെഫി ഒന്നും കാണാൻ പറ്റും, അതിനെന്താ നിങ്ങൾ പോയി കണ്ടോളൂ. അപ്പോൾ വനിതാ പോലീസിനോട് പറയണം ഇവരെ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കുമെന്ന് പറയുകയാണ്. സ്റ്റെഫി ഇങ്ങനെ സെല്ലിനകത്ത് കിടക്കുവാണ് കേട്ടോ. അപ്പം പോലീസുകാരത്തി വന്നിട്ട് ഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കിരണിനെയും കല്യാണിയും കാണുവാണ് സ്റ്റെഫി. പോലീസുകാരത്തി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് വനിതാ പോലീസ് പോയതിന് ശേഷം കിരൺ പറയുക എങ്ങനെയുണ്ട് രാത്രി താമസം, നീ ആദ്യമായിട്ടല്ലേ അത് താമസിക്കുന്നത്, ഗംഗാപ്രസാദ് പിന്നെ കുറേ ജയിലും ലോക്കപ്പൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കല്യാണി പറയാം നല്ല കുടുംബത്തിൽ പിറന്നവളാണെന്ന് കണ്ടാൽ അറിയാം, പക്ഷേ ഒരു ക്രിമിനലുമായിട്ട് എങ്ങനെ കൂട്ടായിന്ന് അത് മാത്രം മനസ്സിലാവണില്ല എന്ന്. അപ്പോൾ കിരൺ സ്റ്റെഫിയോട് പറയാണ് ഇനി അവൻ വരില്ലടി എന്ന് പറയുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇവർ തമ്മിലുള്ള ടോക്ക് വരികയാണ് കേട്ടോ. ഇപ്പോൾ കല്യാണി പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഈ കഞ്ചാവും മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന ചെക്കന്മാരെ, ബൈക്കിൽ ചെന്ന് നടക്കുന്ന ചെക്കന്മാരെ മതിയല്ല, നല്ല പയ്യന്മാരെയൊന്നും വേണ്ട, അങ്ങനെ പെട്ടതാൻ പറ്റണ ഇവളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സ്റ്റെഫി പറയണ ഒരിക്കലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അവൻ എവിടെ പോയാലും അവൻ തിരിച്ചു വരും, നിങ്ങളുടെ ശത്രുവായിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അവൾ ചോദിക്കുക എന്നെ ഗംഗയെ നിങ്ങൾ കൊന്നോന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയും ഞങ്ങൾ കൊന്നു തിന്നോന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല, പക്ഷേ അവൻ ഇനി വരത്തില്ല. ഉടനെ സ്റ്റെഫി പറയണ അവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ചെന്നൈയിലുണ്ട്, അവരിൽ കുറേ പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ നാശമായിരിക്കും എന്ന് പറയുമ്പോൾ കിരൺ പറയും ഞങ്ങൾ ഒരേ സമയം മനുഷ്യനും മൃഗവും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ഒരേ സമയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളും അതിന് അങ്ങനെയുള്ളൊരു പുറപ്പാടിലാണെന്ന് പറയുവാണേ. അപ്പോൾ കല്യാണിയും കിരണിനോട് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ കല്യാണി വിളിക്കുക അവനിനി വരലില്ല എന്ന് ചോദിക്കുമ്പോൾ ഗംഗപ്രസാദ് ഇനി വരത്തില്ല എന്ന് കിരൺ പറയുകയാണ്. കാരണം അവൻ്റെ അവശനാക്കി അവനെ കൊക്കയിലേക്ക് ഇട്ടാണ് മൃഗങ്ങൾ ഇനി അവനെ തിന്നോളും, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ കല്യാണി പറയും അവൻ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇരുന്നതെന്ന് പറയുകയാണ്. അപ്പം ഗംഗപ്രസാദ് ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടിട്ട് അവസാനം ഓട്ടോക്കാരനെ തള്ളി താഴെയിട്ടിട്ട് ഓട്ടോ എടുത്തുകൊണ്ട് പോയപ്പോഴും അവൻ്റെ പിന്നാലെ നമ്പർ ചോദിച്ചാൽ അവൻ്റെ അയാൾ ആ വണ്ടിയുടെ പിന്നാലെ പോയി. അപ്പോൾ പുഴക്കരയിലേക്കായിരിക്കും എന്ന് എനിക്ക് തോന്നി. പുഴക്കരയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോ ഇടക്കിടപ്പുണ്ട്, നീന്തുന്ന ഒരാളുടെ തല ശരിക്കും ചെറുതായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഞാൻ അവനേക്കാളും വേഗത്തിൽ നീന്തി അക്കരെ എത്തിയത്, അവൻ കരുതിയത് എനിക്ക് നീന്തൽ അറിയില്ല എന്നായിരുന്നു എന്ന് പറയണം. അപ്പോൾ കല്യാണി പറയാ എനിക്കറിയാം എൻ്റെ കാറ്റിന് ഇരുന്ന് കിരണേട്ടൻ പകരം ചോദിക്കുമെന്ന്. കിരൺ കല്യാണിയോട് പറയണത് അതെ കാർത്തികയോടും അമ്മയോടും ഇനി വിഷമിക്കണ്ട, എന്തായാലും നിൻ്റെ അമ്മയെ കൊന്നവൻ ഇപ്പം ഇല്ല, പിന്നെ കാർത്തികയുടെ കല്യാണം അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ നടത്തും എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയമ്മയാണ്. ലക്ഷ്മിയമ്മ എന്തൊക്കെയോ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വരുവാണ്. കാർത്തിക ചോദിക്കുക അമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കിരണും കല്യാണിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുവാണ്. കാരണം ദീപ മരിച്ചാറ് നമുക്കൊക്കെ സന്തോഷമില്ലെങ്കിലും ദീപയെ കൊന്നവനില്ല എന്നത് വലിയൊരു സന്തോഷമാണ്. കാരണം കുറച്ച് കാലമെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അവരെ ഇപ്പം തന്നെ വിളിക്കണം, ഉച്ചഭക്ഷണം ഇവിടുന്ന് ഒരു സദ്യ തന്നെ അവർക്ക് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുവാണേ. അപ്പോൾ കാർത്തിക പറയണമ്മേ അവൻ പോയെങ്കിലും സ്റ്റെഫി അവളിപ്പോഴും ലോക്കപ്പിലുണ്ടെന്ന് പറയുവാണ്. ലക്ഷ്മിയമ്മ പറയും മോളെന്ന് അവരെ വിളിക്കുമെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണിനെയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ് അമ്മ മരിച്ച ആ അമ്മയെ കൊന്നവനെ ഇല്ലാതാക്കിയതിൽ അല്ല ഗംഗ മരിച്ചതിൽ നിനക്ക് സന്തോഷമില്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുവാണ്.
കിരൺ പറയും, ഞാൻ ആദ്യം കരുതിയത് ഗംഗാപ്രസാദിനെ തല്ലി ഒടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് പോലീസിന് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ ഓർത്ത് അത് അബദ്ധമായി പോകുന്നു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തീർത്ത് കളയാൻ നോക്കിയത്. അല്ലെങ്കിൽ പിന്നെയും അവൻ പഴയ പോലെ ആയാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണെന്ന് പറയുക. കല്യാണി പറയും, അതെന്തായാലും നന്നായി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നതെന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയണത് നമുക്ക് ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ പോകണം, കാരണം അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു ദിവസമാണ്, കാരണം അത്രയും ഒരു സമാധാനം കിട്ടിയൊരു ദിവസമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ കിരണും കല്യാണം കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മയും അടുത്തോട്ട് ലക്ഷ്മിയമ്മ അവിടെ നിൽക്കുമ്പം കാർത്തികയും ലക്ഷ്മിയമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് കിരണും കല്യാണം കയറി ചെല്ലുവാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, മോളുടെ അമ്മ മരിച്ചത് കാരണം നമുക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ മോളുടെ അമ്മയെ കൊന്നവനെ ഇന്നില്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് ലക്ഷ്മിയമ്മ പറയുവാണ്. അപ്പോൾ കല്യാണി പറയുകയാണ്, അവന് കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, അയ്യോ അതെന്തിനാ മോളെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അല്ല അവൻ്റെ ആത്മാവിനെ അലഞ്ഞിരിഞ്ഞ് ഞങ്ങളെയൊക്കെ ശല്യപ്പെടുത്തില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓർത്തില്ല മോളെ, ആര് കർമ്മം ചെയ്യാൻ, ആർക്കെങ്കിലും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ വേണ്ട അവന് കർമ്മങ്ങൾ ചെയ്യാൻ. എന്തായാലും അതൊക്കെ പോട്ടെ, ഇപ്പോൾ മോള് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ബാ മോളെ എന്നും പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.